ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് റമദാൻ ഡേയിലെ ഓരോ ദിവസത്തെ ഡെയിലി വ്ലോഗും കാര്യങ്ങളൊക്കെ ആണല്ലോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ കമൻ്റൊക്കെ ഇടുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ലഘുവായിട്ടുള്ളൊരു ഒരു നോമ്പ് പറയട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം വീട്ടിൽ ആൾക്കാർ കുറവേനും, അതുകൊണ്ട് സിമ്പിളായിട്ടാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഉള്ളി കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എഗ് ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മസാല നിറച്ചിട്ടുള്ള എഗ് ബജിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതേപോലെ നല്ലോണം എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച് ഞാനിവിടെ എടുത്തിട്ടുള്ള സവാള 1.5 സവാളയാണ്. അത്യാവശ്യം വലിയ സവാള, ഒരു മിനിമം സൈസുള്ള ഒരു സവാളയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ സവാളയും ഇട്ട് കുറച്ച് ഉപ്പിട്ട് നല്ലോണം വഴറ്റാൻ വെക്കുക. അപ്പോൾ ഞാൻ ഇവിടെ പുഴുങ്ങിയ മുട്ടയൊക്കെ ഞാനൊന്ന് തൊലി കളഞ്ഞെടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഫുള്ളും കട്ട് ചെയ്ത് വെച്ചു. പിന്നെ അതിന് ശേഷം വാടിയ ഉള്ളിയിലേക്ക് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിച്ചപ്പും പൊതിനൊക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ പച്ചമണം മാറുന്നവരെയൊക്കെ നല്ലോണം വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ പുഴുങ്ങിയ മുട്ടേൻ്റെ മഞ്ഞ ഉണ്ടാവുമല്ലോ, അത് ഇതിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഉടച്ചെടുത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വേഗം എന്താ പറയുക, ഈസി സ്നാക്ക് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സ്നാക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കടലമാവും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒരു കട്ടിയിലൊരു ബാറ്റർ ആക്കി എടുക്കുക. അതിന് ശേഷം നമ്മളെ മസാല ചൂട് കഴിഞ്ഞതിന് ശേഷം ഈ പുഴുങ്ങിയ മുട്ടയിലേക്ക് ഇതേപോലെ നമ്മൾ മസാല നിറച്ച് കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്നത് നിറച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ മുക്കിയിട്ട് നമ്മൾ ചൂടുള്ള എണ്ണയിലേക്ക് ഒഴിച്ചിട്ട് ഇതേപോലെ പൊരിച്ചെടുക്കുക. പൊരിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, മുട്ട ആയതുകൊണ്ട് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഫൈനലി ഇവിടെ അത് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശക്ക് കറിക്കായിട്ട് കായും പൂളിയും ഇട്ട് കറി വെക്കാമെന്ന് കരുതി. സിമ്പിളായതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ പൂളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ കേട്ടോ. പൂളയും കായൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വിചാരിച്ചു. പിന്നെ പൂളയും കായും ഒക്കെ കറി വെക്കുന്നത് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി ഞാൻ. ഉമ്മയായിരുന്നു കേട്ടോ പൂളയും കായൊക്കെ കറി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ച് കൊടുത്തിട്ട് ഞാൻ അകത്തേക്ക് പോയതേനെ. അപ്പോൾ പിന്നെ ഞാൻ സ്നാക്കൊക്കെ പൊരിക്കാൻ വേണ്ടി വന്ന സമയത്താകുമ്പോഴത്തേക്കും ഉമ്മതാ പൂളക്കറിയൊക്കെ വേപ്പിച്ച് തേങ്ങയും ജീരകവും ചെറിയുള്ളിയൊക്കെ ഇട്ട് അരച്ചിട്ട് അതിൽ പറന്ന് പിന്നെ തൂമിക്കുന്നിടത്ത് എത്തിയിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തൂമിക്കുന്ന വീഡിയോ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴുകലായി.
പിന്നെ അതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം പിന്നെ നമ്മളിന്ന് നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ദോശയൊക്കെ ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ചുട്ടെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ 2-3 ദിവസമായി ചെടികൾക്കൊക്കെ വെള്ളം നനച്ചിട്ട്. ചെടികളൊന്നും വലിയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാറില്ല. എന്നുവെച്ചാൽ ഒന്നാമത് നോമ്പും അതിനിടയിൽ ഇപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ മടിയാണ്. അപ്പോൾ പിന്നെ കുറച്ച് ടൈമൊക്കെ ഫ്രീ ഉള്ള ടൈമപ്പോൾ ഒന്ന് ചെടികൾക്കൊക്കെ വെള്ളം നനച്ചു കൊടുക്കാമെന്ന് കരുതി പിന്നെ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ മുറ്റത്തെ. അപ്പോൾ പിന്നെ വെറുതെ എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ആണത്. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരം ഏകദേശം നോമ്പ് തുറക്കുന്ന കുറച്ച് മുന്നേ തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴുകി കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ച്. പിന്നെ നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ജ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ മാത്രമായതുകൊണ്ട് തന്നെ മെയിനായിട്ട് ജ്യൂസൊന്നുമില്ല. അപ്പോൾ നാരങ്ങ വെള്ളം കലക്കാൻ കരുതി. പിന്നെ നാരങ്ങ വെള്ളം ആയതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുന്ന കുറച്ച് മുന്നെയാണ് കേട്ടോ നമ്മൾ ഇത് കലക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം ചിലപ്പം കഴിക്കാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല ഐസും വെള്ളമൊക്കെ ഇട്ട് പിന്നെ കസ്കസൊക്കെ ഇട്ട് നല്ല തണുപ്പിച്ചെടുത്ത് അത്യാവശ്യം സെറ്റാക്കിയെടുത്ത് പിന്നെ ശേഷം നോമ്പ് തുറക്കുന്ന ടൈമായപ്പോൾ കടികളൊക്കെ ഒന്ന് എടുത്താക്കാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ഇന്ന് എഗ് ബജിയും പിന്നെ അതിൻ്റെ മാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതായത് നേരത്തെ തയ്യാറാക്കിയ മാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു പക്കോടൊക്കെ പോലെ അതും കുറച്ച് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യവും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 4ാമത്തെ നോമ്പും ഇവിടെ തുറക്കാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.